എല്ലാ സജ്ജനങ്ങൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹരിശ്രീ ഗണപതയെ നമഃ. വിഘ്നമസ്തു. ഓം ശ്രീ മഹാസരസ്വതി നമഃ. ഇനി നമ്മൾ 10ാമത്തെ ശ്ലോകമാണ് ചെയ്യാൻ പോകുന്നത്. ഈ 10ാമത്തെ ശ്ലോകം മുതൽ എല്ലാ ശ്ലോകങ്ങളിലും സിദ്ധി നേടിയ യോഗികളുടെ ഗതിയാണ് പറയുന്നത്. ഈ പ്രാണൻ്റെ, അതായത് ശ്വാസവും പ്രാണൻ്റെ പ്രാണൻ എന്ന് പറഞ്ഞാൽ ശ്വാസം, ആയാമം, നിയന്ത്രണമാണ് പ്രാണായാമം എന്ന് പറയുന്നത്. ഈ പ്രാണായാമം ചെയ്യുന്നവരിൽ ഭഗവാൻ വിശേഷ രൂപത്തിൽ വിളങ്ങുകയാണ് ചെയ്യുന്നത്. ആ പ്രാണായാമം ചെയ്ത് പ്രാണനെ സംയമനം ചെയ്തവൻ ഭാവസാഗരത്തെ തരണം ചെയ്യാനുള്ള ജ്ഞാനത്തെ പ്രാപിക്കുന്നു എന്നാണ് നമ്മൾ 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് ഈ പ്രാണായാമം ചെയ്ത് പരബ്രഹ്മത്തിൽ അങ്ങയിലുള്ള ആ നിർവികൽപ്പ സമാധിയെ നേടിക്കഴിഞ്ഞ് മനസ്സ് അങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അവിടെ അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ സമാധി നേടാൻ തൽപരനായി തീരുന്നത് ആരാണോ അവൻ പരമപുരുഷാർത്ഥം നേടുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? 9ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ മോക്ഷാർത്ഥിയായ അവൻ 3 ദുഃഖങ്ങളെയും, അതായത് ആധ്യാത്മിക, അതിലൊന്ന് പറയാൻ ഞാൻ വിട്ടുപോയിരുന്നു ആ ശ്ലോകത്തിൽ. ആധ്യാത്മികമാണ് വിട്ടുപോയത്. ആധ്യാത്മികം അത് നമ്മളിൽ തന്നെ രാഗം, ദ്വേഷം മുതലായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖമാണ്. ഇനി ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ ഭൂതപ്രേതങ്ങളിൽ നിന്നൊക്കെ നമുക്കുണ്ടാകുന്ന ദുഃഖം. ആദി ദൈവികം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഇടി, ഭൂകമ്പം, മഴ, അങ്ങനെയൊക്കെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ നേരിടുന്ന ദുഃഖങ്ങളാണ്. ഇങ്ങനെയുള്ള ത്രിവിധ ദുഃഖങ്ങളിൽ നിന്നും അവന് മോചനം കിട്ടുന്നു. അവൻ ആ പ്രാണായാമത്തിലൂടെ സ്വാധീനത്തിലാക്കിയ ആ ശ്വാസോച്ഛ്വാസം, ആ പ്രാണനെ 6 സ്ഥാനങ്ങളിലൂടെ, അതായത് മെല്ലെ മെല്ലെ സുഷുമ്ന നാഡി വഴി മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവന്ന് അങ്ങനെ സഹസ്രാരപത്മത്തിന് മുകളിലുള്ള ബ്രഹ്മരന്ധ്രത്തിലേക്ക് പുറത്തേക്ക് പോകുന്നു എന്ന് നമ്മൾ ശനൈഹി അതായത് ശനൈഹി എന്ന് പറഞ്ഞാൽ പതുക്കെ മുകളിലേക്ക് കൊണ്ടുവരുന്നു എന്ന് വരെയാണ് പറഞ്ഞതല്ലേ. പ്രാണായാമം അല്ലെങ്കിൽ യോഗം കൊണ്ടാണ് ആ പ്രാണൻ നമുക്കിങ്ങനെ ഉറച്ചു കിട്ടുന്നതും. അതിങ്ങനെ സുഷുമ്ന നാഡിയിലൂടെ പതുക്കെ, അതായത് കുണ്ടലിനി ശക്തിയാണത്. ആ കുണ്ടലിനി ശക്തിയെ ഉദ്ദീപിപ്പിച്ച് ഈ 6 ചക്രങ്ങളിലൂടെ മൂലാധാരം, പിന്നെ അത് 6 ആശ്രയങ്ങളിലൂടെ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ 9ാമത്തെ ശ്ലോകത്തിൽ. അത് ഞാൻ ഒന്നും കൂടെ വിസ്തരിച്ച് പറയാം. അതായത് നട്ടെല്ലിൻ്റെ ഏറ്റവും അടിയിലുള്ളതാണ് ഈ 1ാമത്തെ ചക്രം എന്ന് പറയുന്നത്. മൂലാധാരമാണ്. പേര് പറഞ്ഞിരുന്നു. 2ാമത്തെ ഇവിടെ കുണ്ടലിനി ശക്തി ത്രികോണാകൃതിയിൽ ഒരു പാമ്പിനെ പോലെ നട്ടെല്ലിൻ്റെ അടിയിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പതുക്കെ ഇങ്ങനെ അടുത്ത ചക്രത്തിലേക്ക് കയറും. അവിടെ നിന്ന് അടുത്ത ചക്രത്തിലേക്ക്, അത് മണിപൂരകമാണ്. ആ മണിപൂരകത്തിൽ നിന്നും പിന്നെ അടുത്ത ചക്രത്തിലേക്ക്, അത് നാഭിയുടെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. പിന്നെ മണിപൂരകം കഴിഞ്ഞ് നാഭി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അനാഹത ചക്രം, അതാണ് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും അവിടെ നിന്ന് പതുക്കെ മുകളിലേക്ക് കയറി കണ്ഠഭാഗത്തിൽ വിശുദ്ധി ചക്രത്തിലേക്ക് പ്രവഹിക്കും. അവിടെ നിന്ന് ആ ശക്തി പതുക്കെ ഇതെല്ലാം ഈ സുഷുമ്ന നാഡി വഴിയാണ്. അവിടെ നിന്ന് ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിലാണ് പിടിച്ചു നിർത്തുന്നത്. ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ യോഗികളൊക്കെ, നമുക്ക് ഈ സിദ്ധിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നറിയാം, അവിടെ ഇങ്ങനെ വിരലമർത്തി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ അന്തര്യാമിയായി തീരും. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമ്മളെ പറ്റിയല്ല, നമ്മളുടെ നെറ്റിയില ഭ്രൂമധ്യത്തിൽ ഇങ്ങനെ കൈവച്ചാൽ. നമ്മൾ അമൃതാനന്ദമയുടെ ആശ്രമത്തിലൊക്കെ പോയിട്ടുള്ള ആ അമ്മയുടെ മുമ്പിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അമ്മ ഇങ്ങനെ ചിലരുടെയൊക്കെ നെറ്റിയിൽ ഇങ്ങനെ കൈവച്ച് ആ വിശുദ്ധി ചക്രത്തിൽ ആജ്ഞാചക്രത്തിനെ ഉദ്ദീപിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ, അല്ലേ? അവിടെ നിന്ന് നേരെ മുകളിലേക്ക് കയറിയാൽ പിന്നീടാണ് സഹസ്രാരപത്മം. അവിടുന്ന് അതിന് മുകളിലായിട്ടാണ് ഈ ബ്രഹ്മരന്ധ്രം ഇരിക്കുന്നത്. ആ ബ്രഹ്മരന്ധ്രത്തിൽ, അതായത് ഇങ്ങനെ ഈ കുണ്ടലിനി ശക്തിയെ ഇങ്ങനെ പതുക്കെ മോക്ഷ രസികൻ, അതായത് 2 തരത്തിലുള്ള മോക്ഷം ആഗ്രഹിക്കുന്നവരുണ്ട്. ഒന്ന് പെട്ടെന്ന് മോക്ഷരസികനാണെങ്കിലും ക്രമം മോക്ഷരസികനാണെങ്കിലും ഈ കുണ്ടലിനി ശക്തിയെ ഈ ഭ്രൂചക്രത്തിൽ പിടിച്ചു നിർത്തും. ഈ ചക്രങ്ങളെല്ലാം പഞ്ചഭൂതങ്ങളെ കുറിച്ചുള്ളതാണ് കേട്ടോ. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, മൂലാധാരം പൃഥ്വിതത്വമാണ്, പഞ്ചഭൂത നിർമ്മിതമാണല്ലേ എല്ലാം. നമ്മുടെ ശരീരം സ്വാധിഷ്ഠാനം ജലതത്വം, മണിപൂരകം അഗ്നിതത്വം,
അനാഹത ചക്രം വായുതത്വമാണ്. അതുപോലെ തന്നെ വിശുദ്ധി ചക്രം ആകാശതത്വമാണ്. അതിൻ്റെ മുകളിൽ ആജ്ഞാചക്രം, ആജ്ഞാചക്രത്തിൽ അത് മനസ്സാണ്. അതിൽ കൈവച്ചിട്ടാണ് മനസ്സിനെ ഇങ്ങനെ ഉജ്ജീവിപ്പിക്കുന്നത്. ഈ സുഷുമ്ന നാഡിയിലൂടെ മെല്ലെ മെല്ലെ മനസ്സിനെ രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും ബാധിക്കാതിരിക്കാനായിട്ട്, അതായത് ഈ മനസ്സിനെ ഇതൊന്നും ബാധിക്കാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ചിത്തവൃത്തി നിരോധം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ സമാധിക്ക് വേണ്ടി ശ്രമിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്കിനി അടുത്തത് 10ാം ശ്ലോകത്തിലേക്ക് നമുക്ക് നോക്കാം. 10ാം ശ്ലോകം എന്ന് പറയുന്നത് ഞാനൊന്ന് വായിക്കാം. ലിംഗദേഹമഭി സന്ധ്യജന്നധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോക കുതുകീതുമൂർധത സാർദ്ധമേവ കരണൈർനിരീയത്തെ. ലിംഗദേഹമപി സന്ധ്യജന്നധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോക കുതുകീതുമൂർധത സാർദ്ധമേവ കരണൈർനിരീയത്തെ. ഇത് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഞാനിത് പിരിച്ചു പറയണമെന്ന് പറഞ്ഞിരുന്നു. ഒരു നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്ന് കൂട്ടിക്കുള്ളൂ. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് പറഞ്ഞതനുസരിച്ച് ഞാൻ പിരിച്ചു പറയാം. പുള്ളിക്കാരിക്ക് ഇത് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും എന്നെ ആശ്രയിച്ചതിന് വളരെ നന്ദി, നിർദ്ദേശത്തിനും നന്ദി. അപ്പം നമുക്കത് പിരിച്ചു പറയാം. ലിംഗദേഹം പ്ലസ് അഭിയാണ് ലിംഗദേഹമപി, സന്ധ്യജൻ പ്ലസ് അധോ സന്ധ്യജന്നധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോക കുതുകി തു മൂർധതഃ സാർദ്ധം പ്ലസ് ഏവയാണ് സാർദ്ധമേവ കരണൈ പ്ലസ് നിരീയതേ കരണൈർ നിരീയതേ. കരണൈഹി അവിടെ വിസർഗമുണ്ട്. ഇനി ഊർധ്വലോക കുതുകി എന്നുള്ളത് ഊർധ്വലോക കുതുകി, അതായത് ഊർധ്വലോകം ആഗ്രഹിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 10ാമത്തെ ശ്ലോകത്തിൽ നമുക്കറിയാം, ഇവിടെ പറഞ്ഞിരിക്കുന്ന 9ാമത്തെ ശ്ലോകത്തിൽ 2 തരം മോക്ഷം ആഗ്രഹിക്കുന്നവരെ പറഞ്ഞു. ഒന്ന് പെട്ടെന്ന് മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരും, ഒന്ന് കാലക്രമത്തിൽ പതുക്കെ പതുക്കെ, അതായത് മങ്ഷു മോക്ഷരസിക ക്രമേണ വ എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ക്രമേണ പതുക്കെ മതി എന്നുള്ളവരും ഉണ്ട്. ഈ 2 വിധത്തിലും മുക്തി ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണമെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പെട്ടെന്ന് മുക്തി ആഗ്രഹിക്കുന്നവനെ നമ്മൾ സദ്യോമുക്തി എന്നും, ക്രമേണ അതായത് ക്രമമുക്തി ആഗ്രഹിക്കുന്നവനെന്നും നമുക്ക് പറയാം. അവർ ഈ കുണ്ടലിനി ശക്തിയെ പതുക്കെ മൂർധാവിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അങ്ങനെ ബ്രഹ്മരത്വത്തിലേക്ക് പുറത്തേക്ക് വിടുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അയാളുടെ കാരണ ശരീരം, അതായത് അയാളുടെ സ്ഥൂല ശരീരം മരിച്ചു കഴിഞ്ഞു. മരിച്ചു എന്ന് എപ്പോഴാണ് പറയുക? നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക. പക്ഷേ ഇത് സാധിക്കുന്നത് എങ്ങനെയുള്ളവനാണ്? നിസ്പൃഹനായിരിക്കണം അവൻ. നിരാഗ്രഹ, അവന് നിരാഗ്രഹ എന്ന് പറഞ്ഞാൽ അവനൊരാഗ്രഹവും ഉണ്ടായിരിക്കാൻ പാടില്ല അല്ലേ. ആഗ്രഹങ്ങളില്ലാത്തതിന്, അത് ഞാൻ 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. അതായത് വൈരാഗ്യമുള്ളവൻ, ഒരാഗ്രഹവും ഇല്ലാത്തവനാണ്, വിരക്തനായവനാണ് വൈരാഗി. വൈരാഗ്യം എന്ന ആ പടവ് കടന്നവൻ. അതായത് ഇവിടെ ആ ഒരാഗ്രഹവും ഇല്ലാത്തവന് മാത്രമേ ഇത് പെട്ടെന്ന് സാധിക്കുകയുള്ളൂ. ഈ സമാധി കഴിഞ്ഞ് അയാളുടെ ഈ സ്ഥൂല ശരീരം മരിച്ചു കഴിഞ്ഞ് അതവിടെ ഉപേക്ഷിച്ചു. പിന്നെ ഉള്ളത് സൂക്ഷ്മ ശരീരമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലിംഗദേഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സൂക്ഷ്മ ശരീരത്തിനെയാണ്. അപ്പോൾ അയാളുടെ ആ നശിച്ചുപോയ ശരീരം, അപ്പോൾ നിരാഗ്രഹനായിട്ടുള്ളവന് മാത്രമേ, യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാത്തവന് മാത്രമേ ഈ അവസ്ഥ പ്രാപിക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ ഗീതയിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹമില്ലാത്തവൻ്റെ എപ്പോഴും ഈ നിരാഗ്രഹം, അതായത് ആഗ്രഹമില്ലാത്ത, എപ്പോഴാണോ ഈ ആഗ്രഹമില്ലാത്ത അവസ്ഥ കൈവരിക്കുന്നത്, അയാളുടെ എല്ലാ ആഗ്രഹങ്ങളും നശിക്കുന്നത്, മനസ്സിന് യാതൊരു വിധത്തിലുള്ള ചാഞ്ചല്യവും ഇല്ലാതെയാകുന്നു. അവൻ്റെ ഈ കാരണശരീരം നശിച്ചു പോകുന്നു. കാരണശരീരം എന്ന് പറഞ്ഞാൽ ഈ ശരീരമുള്ളവന് മാത്രമേ ഈ സകല ആഗ്രഹങ്ങളും ഉണ്ടാവുള്ളൂ ഇല്ലേ. ആഗ്രഹങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് മരിച്ചു കഴിഞ്ഞു, പ്രാണൻ പോയി. ഇനി അയാൾക്ക്, ഒരു മനുഷ്യനിങ്ങനെ ജീവിക്കുമ്പോൾ 2 ശരീരങ്ങളാണല്ലോ, ഒന്ന് സ്ഥൂലം ഒന്ന് സൂക്ഷ്മം. ഈ പ്രാണൻ പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ സ്ഥൂല ശരീരം ത്യജിച്ചിട്ട് അയാൾ സൂക്ഷ്മ ശരീരത്തിലാണ് പിന്നെ സഞ്ചരിക്കുന്നത്. ലിംഗദേഹമഭിസന്ധ്യജന്നധോ, ലിംഗദേഹം എന്ന് പറയുന്നത് ഈ സൂക്ഷ്മ ശരീരമാണ്. ഈ സൂക്ഷ്മ ശരീരത്തിന് 17 ഘടകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 17 അതിൽ 5 പ്രാണന്മാരുണ്ട്. 5 പ്രാണന്മാർ എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ,
വ്യാനൻ, അല്ലേ? അപ്പോൾ ഇങ്ങനെ 5 പ്രാണങ്ങളുണ്ട്. ഇനി സൂക്ഷ്മ ശരീരത്തിലെ ഈ 5 പ്രാണൻ കഴിഞ്ഞാൽ പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്, പിന്നെ മനസ്സ്, ബുദ്ധി. ഈ മനസ്സും ബുദ്ധിയും അന്ധകരണങ്ങളാണ്. ശരിക്കും അന്ധകരണങ്ങളെന്ന് പറഞ്ഞാൽ അഹങ്കാരമുണ്ട്, അല്ലേ? മഹത്വത്വമുണ്ട്. ഈ അഹങ്കാരവും ബുദ്ധിയും, അത് ചിത്തവും മനസ്സും അഹങ്കാരം ബുദ്ധി ഇങ്ങനെയാണ്. ചിത്തത്തിനെ ബുദ്ധിയിലേക്ക് ലയിപ്പിക്കും, അതുപോലെ തന്നെ അഹങ്കാരത്തിനെ മനസ്സിലേക്ക് ലയിപ്പിക്കും. അങ്ങനെയാണ്. അപ്പോൾ രണ്ടായിട്ടാണ് അതിന്. ഈ പ്രാണൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് നമുക്കറിയാം, അല്ലേ? പ്രാണൻ പോയാൽ പിന്നെ മരിച്ചു പോയി എന്നല്ലേ പറയുക. പ്രാണനാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഛാന്തോഗ്യോപനിഷ ഈ ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാണനാണെന്ന് ഛാന്തോഗ്യോപനിഷത്തിലും ബൃഹദാരണ്യകോപനിഷത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാണൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, പ്രാണൻ ഹൃദയത്തിലിരുന്ന് ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കും, അതിനെ സഹായിക്കും. പിന്നെ നമ്മുടെ കാഴ്ചശക്തി, കേൾവി ശക്തി എല്ലാം, അതുപോലെ സ്പർശനം, രുചി, ഗന്ധം, ഇതൊക്കെ അറിയുന്നത് പ്രാണനുള്ളത്. ആ പ്രാണനാണ് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ പ്രധാന പങ്കുവഹിക്കുന്നത് പ്രാണനാണ്. ഈ നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്തതായ വസ്തുക്കളെല്ലാം വിസർജിച്ച് കളയുന്നത് അപാനനാണ്. 5 തരത്തിൽ പ്രാണന്മാരുണ്ടെന്ന് പറഞ്ഞു, ഈ പ്രാണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ അപാനനാണ് വേണ്ടാത്ത വസ്തുക്കളെല്ലാം വിസർജിച്ച് കളയുന്നത്. ഇനി ദഹിപ്പിക്കുന്നത് അപാനനാണ്. അപാനൻ ദഹിപ്പിക്കുന്നുണ്ടെങ്കിലും അപാനനെ ഹെൽപ്പ് ചെയ്യാൻ 2 പേരുണ്ട് അവിടെ. പ്രാണാപാന സമായുക്ത പചാമ്യന്നം ബഹുവിധം എന്നാണ് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് അതായത് സമാനൻ ആണ് മുഖ്യമായിട്ടും, പിന്നെ പ്രാണനും അപാനനും ഇതിനെ ദഹിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു, കഴിക്കുന്ന ആഹാരത്തിന്. ഇനി വ്യാനൻ, ശരീരം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് വ്യാനൻ. എങ്ങനെയാണ് നോക്കുക? രക്തചംക്രമണം ഇല്ല എല്ലായിടത്തും ശരിയാവണ്ണം എത്തിക്കുന്ന, രക്തത്തിൻ്റെ ഈ ചംക്രമണം നിയന്ത്രിക്കുന്നതും ക്രമവണ്ണം കൊണ്ടുപോകുന്നതും വ്യാനനാണ്. ഉദാനനെ കണ്ഠത്തിലിരുന്നുകൊണ്ട് കഴിക്കുന്ന ആഹാരത്തെ ഇറക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഇങ്ങനെ പല കർമ്മങ്ങൾ ചെയ്താലും എല്ലാവരും 5 പ്രാണങ്ങൾ ഒന്നിച്ച് ഒറ്റയാണ്. ആ പ്രാണൻ അങ്ങ് പോയി കഴിയുമ്പോഴാണ് നമ്മൾ എന്തു ചെയ്യുന്നു? മരിച്ചുപോയി എന്ന് പറയുന്നത്. ഇനി ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ചെവി, കണ്ണ്, മൂക്ക്, ത്വക്ക്. ഇനി ഇവയെ അവരുടെ ദേവതമാർ വന്ന് കൊണ്ടുപോവുകയാണ്, ഇല്ലേ? ഇനി അന്ധകരണം എന്ന് പറഞ്ഞാൽ 4ആണ്: അഹങ്കാരം, മനസ്സ്, ചിത്തം, ബുദ്ധി. ഇനി ഈ അഹങ്കാരത്തെ മനസ്സിലും ചിത്തത്തെ ബുദ്ധിയിലും അങ്ങ് ലയിപ്പിക്കും. അങ്ങനെ 2ആയിട്ട് കൂട്ടും. അപ്പോൾ 5 പ്രാണങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 15. അതുപോലെ ചിത്തം, ബുദ്ധി, അതായത് മനസ്സ്, ബുദ്ധി. ചിത്തത്തെ ബുദ്ധിയിലും അഹങ്കാരത്തെ മനസ്സിലും ലയിപ്പിച്ചു കഴിഞ്ഞാൽ 2ആയിട്ട് നമ്മൾ കൂട്ടുന്നു. അത് മനസ്സും ബുദ്ധിയും. അങ്ങനെ 17 കരണങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ഈ 17 കരണങ്ങളോടുകൂടിയ ഈ സൂക്ഷ്മ ശരീരം. ഈ 17 കരണങ്ങളും ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തേക്ക് പോവുകയാണ്, മോക്ഷം കിട്ടിയെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതെല്ലാം ഭാഗവതത്തിൽ നല്ല സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ആരാണോ ഈ 17 കരണങ്ങളുള്ള ലിംഗദേഹത്തിനെ മുകളിലേക്ക്, അതായത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്, അത് ഈ കുണ്ടലിനി ശക്തിയിലൂടെ മൂർധാവിലുള്ള സഹസ്രാര പത്മത്തിലേക്ക് കയറി അവിടെയുള്ള ബ്രഹ്മരന്ധ്രത്തിനെ ഭേദിച്ചത് പുറത്തേക്ക് പോകുന്നു. എങ്ങനെയാണ് പോകുന്നത്? ലീയതേ ത്വയി, ശ്രേഷ്ഠനായ അങ്ങയിൽ ലയിച്ചു വേണം, അല്ലേ? അങ്ങയെയാണ് പ്രാപിക്കേണ്ടത്, അങ്ങയിലാണ് ലയിക്കേണ്ടത്. ഭഗവാനെ ലീയതേ, ലയിക്കേണ്ടത്. അങ്ങയിൽ നിന്നും അന്യമായി ഇവിടെ ഒന്നും തന്നെയില്ല. ആർക്കാണ് ലയിക്കാൻ സാധിക്കുക? നിരാഗ്രഹനായിട്ടുള്ള ഒരു യാതൊരുവിധ ആഗ്രഹങ്ങളും ഇല്ലാത്തവന് മാത്രമേ അങ്ങയിൽ ലയിക്കാൻ പറ്റുള്ളൂ. ഊർധ്വലോകം, ആഗ്രഹം നമുക്കെല്ലാം പഴയ ആഗ്രഹങ്ങളും ഉണ്ടല്ലേ. അത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനെ പറഞ്ഞിട്ടുണ്ടല്ലേ. എപ്പോഴും ഓരോരോ ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ മനസ്സിൽ മനക്കോട്ട കെട്ടി വെക്കുന്നത് ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വായിക്കണം, അതെല്ലാം വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഊർധ്വലോകം കാണാൻ ആഗ്രഹമില്ല ഇവിടെ ഈ യോഗിക്ക്. അതുപോലെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമില്ല, ഒരാഗ്രഹവും ഇല്ല. അങ്ങനെ ഒരുവിധം ആഗ്രഹവും ഇല്ലാത്തവരുടെ ലിംഗദേഹമാണ് പോയി ആരിൽ ലയിക്കുന്നത്? ഭഗവാനിൽ ലയിക്കുന്നത്. ഈ ലിംഗദേഹം പോയി സകളനായ ഭഗവാനിൽ ലയിക്കുന്നു. സകളൻ എന്ന് പറഞ്ഞാൽ മുൻ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപിയായ ഭഗവാനിൽ ലയിക്കുന്നു. അപ്പോൾ ഭഗവാന് ലയിക്കാൻ ചുമ്മാ ചെന്ന് ലയിക്കാൻ പറ്റത്തില്ല. ഭഗവാന് പ്രകൃതിയുടെ 7 ആവരണങ്ങളുണ്ട്. അത് ഭേദിച്ചിട്ടാണ്
ലയിക്കുക. അവയിൽ 5 പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങൾ ആദ്യം പറഞ്ഞു: പൃഥ്വി, ആകാശം, ജലം, വായു, അഗ്നി. അതിന് മുകളിലുള്ളതാണ് അഹംതത്വം, അഹങ്കാരം. ആ അഹംതത്വം ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് കഴിയുന്നത്. ഈ പ്രാണേന്ദ്രിയം, വിസർജനേന്ദ്രിയം ഇവ രണ്ടും പൃഥ്വിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യം അവ രണ്ടും ചെന്ന് പൃഥ്വിയിൽ ലയിക്കും. ബാക്കി 15 ഉണ്ട് ഇനി അല്ലേ. ഇനി ജലതത്വം എന്ന് പറയുന്ന രസനേന്ദ്രിയം, ഉപസ്ഥ, ഇവ രണ്ടും ഉപസ്ഥേന്ദ്രിയവും രസനേന്ദ്രിയവും ജലത്തിൽ ലയിക്കുന്നു, ജലതത്വം ആയതുകൊണ്ട്. നമ്മുടെ ചക്ഷുസ് എന്ന് പറഞ്ഞാൽ കണ്ണും പാദവും അഗ്നിതത്വം ആയതുകൊണ്ട് ഇവ രണ്ടും പോയി അഗ്നിയിൽ ലയിക്കുന്നു. 5 പ്രാണങ്ങളും ത്വക്കും പാണിയും വായുതത്വമാണ്. അവ വായുവിൽ ലയിക്കുന്നു. നമ്മുടെ ചെവികൾ, അത് ശ്രവണേന്ദ്രിയങ്ങളും വാക്കും ആകാശതത്വമാകിയാൽ അവ ആകാശത്തിൽ ലയിക്കുന്നു. ഇനി ബാക്കിയുള്ളത് എന്താണ്? മനസ്സും ബുദ്ധിയും ബാക്കിയാണ്. ബുദ്ധി മഹത്വത്വത്തിലേക്ക് ലയിക്കുന്നു, അതുപോലെ തന്നെ അഹംതത്വത്തിലേക്ക് മനസ്സും പോയി ലയിക്കുന്നു. ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഇതിനെ ഒന്നുകൂടെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി വരും ശ്ലോകങ്ങളിൽ. ഇനി അധോ, അനന്തരം, പരേ ത്വൈലീയതേ, ശ്രേഷ്ഠനായ അങ്ങയിൽ ലയിക്കുന്നു. ഇപ്പോൾ ജീവാത്മാവില്ല, പരമാത്മാവിലെല്ലാം ലയിച്ചു കഴിഞ്ഞു. ഇതെല്ലാം സംഭവിക്കുന്നത് ആർക്കാണ്? നിസ്പൃഹന്, അല്ലെങ്കിൽ നിരാഗ്രഹനായിട്ടുള്ള, ഒരാഗ്രഹവും ഇല്ലാത്തവനാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അധികം പേരും ക്രമമുക്തിയാണ് ആഗ്രഹിക്കുക. കാരണം പെട്ടെന്ന് മോക്ഷം നേടണമെന്ന് ആർക്കും ആഗ്രഹം കാണത്തില്ല. വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. നമ്മളൊക്കെ കുറച്ച് സുഖമൊക്കെ അനുഭവിച്ച്, സകല സുഖങ്ങളും അനുഭവിച്ച് കുറേ നാൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ. അതുപോലെ തന്നെ ഊർധ്വലോക കുതുകീതു, അവർ ഊർധ്വലോകങ്ങളെ കാണണമെന്നും സുഖം അനുഭവിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. മൂർധാവിലൂടെ മറ്റേയാളും, അതായത് ക്രമമുക്തനും മൂർധാവിലൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷേ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? സാർദ്ധമേവ കരണൈർനിര്യതേ, സാർദ്ധം ഏവ കരണൈർനിര്യതേ, ഈ 17 കരണങ്ങളോടുകൂടിയാണ് പോകുന്നത്. മറ്റേയാളുടെ കരണങ്ങളെല്ലാം ലയിച്ച്, അതായത് പെട്ടെന്ന് മുക്തി നേടുന്ന യോഗി കരണങ്ങളെ ലയിപ്പിച്ച് സൂക്ഷ്മ ശരീരം പുറത്ത് കടന്ന ഉടനെ അതുപോലെ തന്നെ ഇങ്ങനെ ഭഗവാനിൽ ലയിക്കും. പിന്നെ അവസാനം അല്ലേ, ഇതെങ്ങനെയാണ്? അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഹേ ഭഗവാൻ, സൂര്യരശ്മികൾ നമ്മുടെ മൂർധാവുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആ മൂർധാവ് വരെ സുഷുമ്നാനാഡി വരുന്നുണ്ട്. നട്ടെല്ലിൽ കൂടെ ഇങ്ങനെ പതുക്കെ കയറി വന്ന് സൂര്യരശ്മികൾ സുഷുമ്നാനാഡിയുമായി ബന്ധപ്പെട്ടിരിക്കുക എന്നാണ് പറയുന്നത്. അതിനാലാണ് നമ്മൾ രാവിലെ ഉണരുന്നതും അസ്തമയം കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരുന്നത് എന്നാണ് പറയുന്നത്. കിഴക്കോട്ട് തലവെച്ച് ഉറങ്ങണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഈ സുഷുമ്നാനാഡി സൂര്യരശ്മികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട്. അങ്ങനെ ബ്രഹ്മരന്ധ്രവുമായി സൂര്യരശ്മികൾക്ക് ബന്ധമുണ്ട്. ഹേ ഭഗവാൻ, ഈ വിധം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഈ മോക്ഷം ലഭിക്കുന്നു. അവർ പെട്ടെന്ന് തന്നെ ഈ യോഗികൾ അങ്ങയിൽ വിലയം പ്രാപിക്കുന്നു. അതുപോലെ തന്നെ ക്രമമുക്തനാണ്, മറ്റു ലോകങ്ങളിലേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ദശകം 4 11 ശ്ലോകം നോക്കാം. അതിനു മുമ്പ് ഒന്നുകൂടെ വായിക്കാം. ലിംഗദേഹമഭി സന്ധ്യജന്നധോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോക കുതുകീതുമൂർധതഃ സാർദ്ധമേവ കരണൈർനിരീയതേ. ഈ 11 ശ്ലോകം നോക്കാം. അഗ്നിവാസര വളർക്ഷപക്ഷഗൈഃ ഉത്തരായണജുഷാ ച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയത്തെ. അഗ്നിവാസര വളക്ഷപക്ഷഗൈരുത്തരായണജുഷാ ച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയത്തെ. ഇവിടെ അഗ്നിവാസര വളക്ഷ പക്ഷഗൈഃ ഉത്തരായണജുഷാ ച ദൈവതഃ പ്രാപിതഃ രവിപദം മോദവാൻ ധ്രുവപദാന്തം പ്ലസീയത്തെ. ഈ ശ്ലോകത്തിൽ ഏതെല്ലാം ലോകങ്ങളിലൂടെയാണ് ഈ മുക്തി നേടിയ യോഗിമാർ പോകുന്നത്, അവരുടെ ആത്മാവ് പോകുന്നത്? ജീവാത്മാവും പരമാത്മാവും ഉണ്ടല്ലേ. ഈ ആത്മാവ് പോകുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാം വഴികളിൽ കൂടി, ഏതെല്ലാം ലോകങ്ങളിൽ കൂടി പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അഗ്നിവാസര വളക്ഷപക്ഷഗൈഃ, ഏതെല്ലാം ലോകങ്ങൾ. ആദ്യത്തെ ലോകമാണ് അഗ്നിദേവതയുടെ ലോകം, അതാണ് അഗ്നി. ഇനി രണ്ടാമത്തെ അഗ്നിദേവതയുടെ ലോകം, അതായത് മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആത്മാവ് അങ്ങോട്ട് പോയി, പ്രാണങ്ങളെല്ലാം രക്ഷപ്പെട്ടു പോയി. 5 പ്രാണന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ.
പ്രാണതത്വം ഏതാണെന്നാണ് പറഞ്ഞത്, ഓർമ്മയുണ്ടോ? പൃഥ്വിതത്വം. പ്രാണങ്ങൾ ഏതിലേക്കെന്ന് പറഞ്ഞ ആർക്കെങ്കിലും ഓർമ്മ? 5 പ്രാണങ്ങളും ത്വക്കും പാണിയും വായുതത്വമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്കറിയാം, അത് പെട്ടെന്ന് ആ ശരീരത്തിൽ നിന്ന് പുറത്ത് കിടന്ന ഉടനെ വായുവിലങ്ങ് ലയിക്കും, ഇല്ലേ? അപ്പോൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്താണ്? ആ ഡെഡ് ബോഡിക്ക് നമ്മൾ എന്താ പറയുക? പ്രേതം എന്ന് പറയുക, അല്ലേ? അതായത് പ്രകർഷേണ ഇതമായതെന്ന് പറഞ്ഞാൽ പോയത്, സന്തോഷത്തോടെ പോയെന്നർത്ഥം. അതിനെയാണ് പ്രേതം എന്ന് പറയുന്നത്. പ്രേതത്തിനെ അഗ്നിയിൽ ദഹിപ്പിക്കുന്നു. അഗ്നിദേവത ആ ജീവനെ വളരെ ആദരപൂർവ്വം കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ ലോകത്തേക്ക് അവിടെ കൊണ്ടുപോയി അവിടെ സുഖമായി താമസിക്കാനായിട്ട് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. നമുക്കിതൊന്നും കാണാൻ പറ്റുമോ? ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റുമില്ല. എല്ലാം ദേവതമാർക്കും അവരവരുടേതായ ലോകമുണ്ട്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്കിങ്ങനെ പറയാനും കേൾക്കാനും അതുപോലെ അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യം ഉണ്ടെന്ന് നമ്മളെല്ലാവരും തന്നെ വിശ്വസിക്കുന്നുണ്ട്. യുക്തിവാദികൾ പോലും അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആദ്യം ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ഉണ്ടാകേണ്ടത്. പിന്നെ ആ ഈ ജ്ഞാനമെല്ലാം ഉണ്ടാക്കി തരുന്നതിന് നമുക്ക് എന്ത് അറിവ് വേണം? അല്ലേ? ആ അറിവിൽ നമുക്ക് വിശ്വാസം വേണം. പിന്നെ ഈ അറിവ് നേടാൻ സഹായിക്കുന്ന ഒരു ഗുരു ഉണ്ടാവുമല്ലോ, ആ ഗുരുവിലും നമുക്ക് വിശ്വാസം വേണം. പിന്നെ ഗുരു പറയുന്നതെല്ലാം സത്യമാണ്, അത് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും ഒരു ഇൻട്രസ്റ്റ് കാണത്തില്ല. ഈ ജന്മത്തിൽ അനുഭവിക്കാൻ പറ്റുമെന്ന വിശ്വാസം വേണം. അത് നമ്മുടെ ആത്മവിശ്വാസമാണ്, അല്ലേ? ഇങ്ങനെ ഈ 4 വിശ്വാസങ്ങളും നമുക്കുണ്ടായിരിക്കണം, എന്നാലേ ഇതെല്ലാം സാധിക്കൂ. ഈശ്വരവിശ്വാസം, ശാസ്ത്രവിശ്വാസം, ഗുരുവിലുള്ള വിശ്വാസം, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ആത്മവിശ്വാസം. ഇനി ഇതിലെല്ലാം മേലായിട്ട് ശ്രദ്ധ വേണം. ഈ ശ്രദ്ധയോടുകൂടി ഇതെല്ലാം പഠിക്കാനും അറിയാനും ഒക്കെ കഴിഞ്ഞാലേ നമുക്ക് എന്ത് പറ്റൂ? വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ നമ്മുടെ ആ ആത്മാവിനെ അഗ്നിദേവത കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് അഗ്നിവാസര വളർക്ഷവക്ഷകൈഹി വാസരദേവത, വാസര എന്ന് പറഞ്ഞാൽ പകലാണ്, പകലിൻ്റെ ദേവത കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇവിടെ ബ്രഹ്മാവിൻ്റെ ഒരു പകലെന്ന് പറഞ്ഞാൽ 432 കോടി വർഷമാണ്. ഈ ഒരു ജീവൻ ഓരോ ദേവതമാരുടെയും സന്നിധിയിൽ കോടാനുകൂടി വർഷം ഇരിക്കും. നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് ദേവലോകത്തെ ഒരു ദിവസമാണ്. മനസ്സിലായോ? നമ്മൾ മരിച്ചു കഴിഞ്ഞ് കർമ്മം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒരു വർഷം 3 ബലിയിടണമെന്നാണ് പിതൃകർമ്മം ചെയ്യുന്നവർ. ആ 3 തവണ നമ്മൾ 3 അമാവാസ്യയ്ക്ക് ബലിയിടുമ്പോൾ അതായത് പിതൃക്കൾ മരിച്ചു കഴിഞ്ഞ് ദേവലോകത്ത് പോയി വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ ചെന്ന് ചേരുന്നു എന്നാണല്ലോ നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ വിഷ്ണു ലോകത്തിൽ അല്ലെങ്കിൽ ദേവലോകത്തിൽ നമ്മളിങ്ങനെ 3 പ്രാവശ്യം പിതൃകർമ്മം ചെയ്യുമ്പോൾ അവർ ഒരു ദിവസം, നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് അവിടെ ഒരു ദിവസമാണ്. ആ ഒരു ദിവസത്തിൽ അവർ 3 നേരം ഭക്ഷണം കഴിക്കുന്നു, സുഭിക്ഷമായിട്ട് കഴിക്കുന്നു എന്നാണ് വിശ്വാസം. നമ്മളും ഒരു വർഷം 3 പ്രാവശ്യം പിതൃകർമ്മം ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെ ഒരു പകൽ 432 കോടി വർഷമായപ്പോൾ ഒരു രാത്രിയും കൂടെ ചേരുമ്പോൾ ഒരു 432 കൂടെ, അതായത് 432 × 2 കോടി വർഷമാണ് അവിടെ ഒരു ദിവസം. അത് 24 hours എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷം കഴിഞ്ഞ് അത് ബ്രഹ്മാവിൻ്റെ ഒരു 100 വർഷമാകുമ്പോഴോ അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 432 × 2 ഒരു ദിവസമാകും. അതിനെ വീണ്ടും 365 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു വർഷമാകും. അതിനെ വീണ്ടും ബ്രഹ്മാവിൻ്റെ 100 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 100 കോടി വർഷം. 432 × 2 × 365 × 100 കോടി വർഷം. എത്ര വർഷമായെന്ന് നോക്കുക. എത്ര കാലം വേണമെങ്കിലും ഈ ജീവാത്മാവിന് ഓരോ ദേവതമാരോടൊപ്പം, ഇപ്പോൾ അഗ്നിദേവത ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി, അത് കഴിഞ്ഞ് അവിടെ നിന്ന് വാസരദേവതയുടെ അടുത്തേക്ക് പോയി, ഇനി അടുത്ത ലോകത്തേക്ക് വാസരദേവതയുടെ അടുത്ത് നിന്നും ശുക്ലപക്ഷ ദേവതയുടെ സമീപത്തേക്ക്, പിന്നീട് അടുത്തത് ഉത്തരായണ ദേവതയുടെ അടുത്തേക്ക് പോവുകയാണ്. പിന്നെ അങ്ങനെ ഓരോ ദേവതയുടെ അടുത്തും എത്ര വർഷം താമസിക്കണോ, എത്ര കാലം, എത്ര കോടി വർഷം വേണമെങ്കിലും അങ്ങനെ താമസിക്കാം. ഉത്തരായണജുഷ ച ദൈവത, ഉത്തരായണ ദേവതയാൽ ആദരിക്കപ്പെടുന്ന ഈ ആത്മാവ് ഈശ്വര തുല്യനാണ്. ഈ ദേവലോകത്ത് ചെല്ലുന്ന ഈ ആത്മാവ് ഈശ്വരന് തുല്യമാണ്. പ്രാപിതോരവിപദം, സൂര്യദേവനെ പ്രാപിക്കുന്നു. അതിനു മുമ്പ് കുറേ ദേവതകളും അവരുടെ ഈ ലോകങ്ങളും ഉണ്ട്. ഭാഗവതത്തിൽ ഇതൊക്കെ സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നാരായണീയത്തിൽ നമുക്കറിയാം ഇതെല്ലാം വളരെ സംഗ്രഹിച്ച്, നാരായണീയം എന്ന് പറഞ്ഞാൽ തന്നെ ശ്രീമദ് ഭാഗവതത്തിനെ അടിസ്ഥാനമാക്കി വളരെ ചുരുക്കി എഴുതിയിരിക്കുന്നതാണ്.
ഉത്തരായണ ദേവത, സംവത്സര ദേവത, ഇങ്ങനെ ഓരോ ദേവതയുടെ അടുത്ത് കുറേ കാലം താമസിച്ച് ഈ ആത്മാവ് കുറേ സുഖങ്ങളൊക്കെ അനുഭവിച്ച ശേഷം വായുദേവതയുടെ ലോകത്തിലും അവിടെ നിന്ന് ആദിത്യദേവതയുടെ ലോകത്തിലെത്തുന്നു. അതാണ് ആദിത്യദേവതയാണ് രവിപദം. രവി സൂര്യനാണ് ആദിത്യൻ. അപ്പോഴെല്ലാം ഈ മുക്തൻ്റെ മനസ്സിൽ എന്തായിരിക്കും വിചാരം? ഭവത്പരോ എന്ന് പറഞ്ഞാൽ അവിടുന്നാണ് ശ്രേഷ്ഠൻ. ഭഗവാനെ, അവിടുന്നാണ് ശ്രേഷ്ഠൻ. എനിക്കിവിടെ കൊണ്ടൊന്നുമില്ല, എനിക്ക് അവിടുത്തെ സന്നിധിയിലെത്തണം, അവിടുത്തെ തൃപ്പാദങ്ങളിലെത്തണം എന്ന് മാത്രമാണ് വിചാരം ഈ ആത്മാവിന്. അപ്പോഴെല്ലാം ഇങ്ങനെ വിചാരിച്ചിരിക്കും, ഭഗവാനെ അവിടുത്തെയാണ് പ്രാപിക്കേണ്ടത് എന്ന ചിന്തയാണ് എപ്പോഴും നമുക്കും അത് തന്നെയാണ് മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ബ്രഹ്മതത്വത്തെ നമ്മൾ അംഗീകരിക്കണം, ആത്മതത്വത്തെ അംഗീകരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ സംസാര സാഗരത്തിൽ നിന്ന് മോചനമുള്ളൂ. സംസാര സാഗരം എന്ന് പറഞ്ഞാൽ ത്രിവിധമായ ദുഃഖങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആധ്യാത്മികം, ആദിഭൗതികം, അതുപോലെ തന്നെ ആദിദൈവികം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ നേരത്തെ എനിക്ക് 2 ഓർമ്മ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനത് നോക്കി മനസ്സിലാക്കി ഓർമ്മിച്ചു വെച്ചു. അത് അങ്ങനെ 3 തരം ദുഃഖങ്ങളും നമുക്കുണ്ടാകാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ ബ്രഹ്മതത്വത്തെ അറിഞ്ഞ് അംഗീകരിക്കണം. ഈ സംസാര ദുഃഖത്തിൽ നിന്നും സംസാര സാഗരത്തിൽ നിന്നും എന്നാലേ നമുക്ക് മോചനം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവർ ഇവിടെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും. അതിനെപ്പറ്റിയും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അതായത് അർജുനനോട് കൃഷ്ണൻ പറയുന്നതാണ്. അതായത് ആബ്രഹ്മഭുവനാൽ ലോകാഹ പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. അതായത് ഹേ അർജുന, ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങൾ ജനന മരണങ്ങളുടെ ആവർത്തനത്തിന് വിധേയമാണ്, ജനന മരണങ്ങളുടെ. എന്നാൽ എന്നെ പ്രാപിച്ചാലാകട്ടെ പിന്നെ ജന്മമേ ഉണ്ടായില്ല എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്. അതുപോലെയാണ് ഇവിടെ ബ്രഹ്മതത്വത്തെ അറിഞ്ഞ് അവരെ ആ ഭഗവാനിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ജനനമില്ല. അല്ലാത്തവർ ഇവിടെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ജന്മം എടുത്തുകൊണ്ടിരിക്കും. മോദവാൻ, എല്ലാ ലോകത്തിലും ദേവതമാരാൽ ഇങ്ങനെ ആദരിക്കപ്പെട്ട് ഈ ആത്മാവ് സന്തോഷിച്ച് സന്തുഷ്ടനായി, വളരെ മോദവാൻ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ച് സന്തുഷ്ടനായി സുഖിച്ച് താമസിക്കുക. ധ്രുവപദാന്തമീയതേ മോദവാൻ ധ്രുവപദാന്തമീയതേ. ധ്രുവപദത്തിൽ, അതായത് ധ്രുവപദം എന്ന് പറഞ്ഞാൽ ധ്രുവലോകത്തെ പ്രാപിക്കുന്നു. അതിനു മുമ്പ് ആദിത്യദേവതയുണ്ട്, ചന്ദ്രദേവതയുണ്ട്, വിദ്യുത് ദേവതയുണ്ട്, വരുണദേവതയുണ്ട്. അത് കഴിഞ്ഞ് ധ്രുവലോകം. ഏത് ലോകത്തിലെത്തിയാലും ഈ മുക്തൻ്റെ മനസ്സിൽ എന്താണുള്ളത്? ഭവത്പര, ഭഗവാൻ തന്നെയാണ് ശ്രേഷ്ഠൻ. ഇതിനെയാണ് ദേവയാന മാർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉത്തരായണ മാർഗം, അല്ലെങ്കിൽ അർച്ചിരാദി മാർഗം എന്ന് പറയുന്നത്. അർച്ചിസ് എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്, ജ്യോതിർമാർഗം, വിദ്യാമാർഗം, ഇങ്ങനെ അനേകം പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഭാഗവതത്തിൽ ഉത്തരായണ മാർഗം അല്ലെങ്കിൽ ദേവയാന മാർഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ധ്രുവലോകത്തിൽ എത്തിയതായ ജീവൻ അവിടെ വളരെ കാലം അവിടെയും താമസിക്കുന്നു, വളരെ കാലത്തെ സുഖാനുഭവങ്ങൾ ചെയ്ത് അനന്തതയെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാനിൽ ലയിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കിനി അടുത്ത 12ാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിലൂടെ പറയാം. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ സംവദിക്കാം.